ഉച്ചക്കത്തെ സ്പെഷ്യലൊക്കെ കണ്ടോ? മീൻ മുളകിട്ടതാണ്. പിന്നെ ദേ മത്തി വറക്കുന്നു. പേരൊന്നും എനിക്കറിയത്തില്ല. ഒരു കുഴ പോലെ ഉണ്ടാക്കാൻ കുറച്ച് വൻപയറുണ്ട്, അതുപോലെ ഒരു കപ്പളങ്ങ, 3-4 കായ, കുറച്ച് ചേന, ഒരു കോന്ത് കപ്പ, ഇതെല്ലാം കൂടി ഇട്ട് ഒരു കുഴ പോലെ ഉണ്ടാക്കാൻ പോവാം. അതിനകത്തോട്ട് ഞാൻ അരപ്പൊക്കെ ചേർത്ത് കൊടുക്കും. അപ്പോഴത്തേക്ക് എന്റെ കുഞ്ഞു ചെറുക്കൻ 2 പപ്പടം കാച്ചി കടുക് താളിച്ച് തട്ടിക്കൂട്ട് കറി എടുത്തിട്ടുണ്ട്. കൂട്ടുകറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ, പുഴുക്കുന്നൊക്കെ. അപ്പം ഞാനേ ആവി പറക്കുന്ന ചോറെടുത്തു. നമ്മുടെ പുഴുക്കെന്നോ കൂട്ടുകറിയെന്നോ ഒക്കെ പറയാന്ന, പക്ഷെ നല്ല ടേസ്റ്റി കേട്ടോ. അതിലും കുറച്ച് ഇടാം. പിന്നെ ഒരു പപ്പടം പോരട്ടെ. പിന്നെ ഇത്തിരി മാങ്ങാച്ചാർ എടുത്തു. പിന്നെ 2-3 മത്തി വറുത്തതും കൂടെ അങ്ങോട്ട് വെച്ചു. രാവിലത്തെ ഗ്രീൻ പീസ് കറി അത് കുറച്ചുകൂടെ ഒഴിച്ചേക്കാം. പിന്നെ നമ്മുടെ മീൻ കറി അപ്പം അതുകൂടൊക്കെ ഒഴിക്കാം. അപ്പം ശരിക്കും പറഞ്ഞാല് കറിയുടെ ഇതുകൊണ്ട് സ്പേസ് കുറവാണ്. അപ്പൊ നമുക്ക് കഴിച്ചു തുടങ്ങാം. നിങ്ങളൊക്കെ കഴിച്ചെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓരോ ദിവസവും നമുക്ക് നല്ല നല്ല ആഹാരം തരുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, അസുഖങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ഒക്കെ നമ്മളെ കരകയറ്റുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ ഞാനൊരു മഠത്തിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ വെച്ച് ഇങ്ങനെ ഉണ്ണീശോയ്ക്ക് വെക്കും. അപ്പം ആദ്യമേ ടേസ്റ്റുള്ള കറി എല്ലാം കൂട്ടി ഇളക്കിയിട്ട് ഇങ്ങനെ ഒരു ഉരുള പാത്രം